ഹായ് ഓൾ, ചത്ത പച്ച റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അദ്വൈത് നായർ, നവാഗത സംവിധായകനാണ്. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ അതേപോലെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് സനൂപ് തൈക്കുടോ ആണ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് അർജുൻ അശോകൻ, റോഷൻ മാത്യു, അതേപോലെ ക്യാമിയോ, ഒരു പ്രധാനപ്പെട്ട ക്യാമിയോ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും ആരായിരുന്നുള്ളത്. പിന്നെ ഇതിൽ മറ്റ് വേഷങ്ങൾ ചെയ്തിരിക്കുന്ന ഒരുപാട് നവാഗതരായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. സിദ്ദിഖ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളാൽ സമ്പന്നമായ സിനിമയാണ് ചത്ത പച്ച. ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമഡി ആക്ഷൻ സിനിമയാണ്. എസ്പെഷ്യലി ഇത് റിവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ഈ സിനിമ ബേസ് ചെയ്തേക്കുന്നത് WWE, അതായത് നമ്മുടെ കുട്ടിക്കാലം, നമ്മളെ പലരുടെയും കുട്ടിക്കാലം അവിസ്മരണീയമാക്കിയ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട്. ആ ഒരു പഴയ കാലം കൊച്ചി മട്ടാഞ്ചേരി ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ ഷൂട്ടിങ്ങും അതേപോലെ ലൊക്കേഷൻസും വന്നിട്ടുള്ളത്. അപ്പോൾ ആ കൊച്ചി സ്ലാങ്, അതേപോലെ കൊച്ചിയിൽ ഇപ്പോഴും എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അംബേദ്കർ കൂൾ ബാർ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റേ അവഗാഡോ ഷേക്ക് കിട്ടുന്ന കട, അത് പണ്ടും ഇന്നും ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഗുസ്തി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയുടെ നെടും തൂണ് അല്ലെങ്കിൽ ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എൻജോയബിൾ ആക്കിയ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. മുജീബ് മജീദ്, ഹാറ്റ്സ് ഓഫ് ടു യു മാൻ, അടിപൊളി സ്കോറായിരുന്നു, നല്ല അടിപൊളി വർക്ക്. അതേപോലെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ആക്ഷൻസ് കൊറിയോഗ്രാഫി ചെയ്തവർ, അതേപോലെ ഇതിൻ്റെ സെറ്റ് ആർട്ട് വർക്ക് ചെയ്ത ആൾക്കാർ, എഡിറ്റിങ്, ഇതിൻ്റെ DOP ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ പറഞ്ഞ കോസ്റ്റ്യൂം റെസ്ലിംഗ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഗുസ്തി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് അത് ചെയ്തേക്കുന്ന ഏരിയാസിൽ ഈ സിനിമയിൽ 2 മണിക്കൂർ 12 മിനിറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം ഈ പറഞ്ഞ കോസ്റ്റ്യൂം ഗുസ്തിയും അല്ലെങ്കിൽ ഫൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലുള്ളത്. അതേപോലെ കോമഡി ഉണ്ട്. അപ്പോൾ ഈ 2 ഏരിയാസിൽ എസ്പെഷ്യലി ഈ പറഞ്ഞ കോസ്റ്റ്യൂം ഗുസ്തിയുടെ സൈഡിൽ ഇതിൻ്റെ ആർട്ട് വർക്ക്, ഇതിൻ്റെ കൊറിയോഗ്രാഫി, ഇതിൻ്റെ ഈ പറഞ്ഞ ഫൈറ്റ് സീക്വൻസുകൾ, ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ, സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ടുവേർഡ്സ് ഇൻ്റർവെൽ ബ്ലോക്ക്, അതായത് ഏകദേശം അവസാനത്തെ ഒരു 40 മിനിറ്റോളം, ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ ഒരു 40 മിനിറ്റോളം അടിപൊളി, ഭയങ്കര ടോപ്പ് ലെവൽ, അതായത് അത്രയും ക്രൗഡുള്ളൊരു തിയേറ്റേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ കിട്ടിലൻ മ്യൂസിക് വർക്ക്, കിട്ടിലൻ ആക്ഷൻ കൊറിയോഗ്രാഫി, കിട്ടിലൻ ഫൈറ്റ്. ആ WWEയുടെ ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ആ ഒരു കോസ്റ്റ്യൂം ഗുസ്തി കാണിക്കുന്ന ഏരിയ ബ്രില്യൻ്റ്, ഒരു രക്ഷയില്ല. ആ ഒരു കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പടത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡിൽ ഒരു ക്യാമിയോ കൊണ്ടുവന്ന് ആ സിനിമ ഒരു എന്താ പറയുക, നല്ലൊരു ഡീസൻറ്റ് വെർഡിക്റ്റ് വരേണ്ട സിനിമയെ അവസാനം കൊണ്ട് തൊലച്ച് കളഞ്ഞ ആ ക്യാമിയോയുടെ വരവാണ്. അങ്ങനെ ഒരു ക്യാമിയോ ആ സിനിമയിൽ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അവിടെ വന്നിട്ടാണ് പടം ഒരു ഡൗൺഫോൾ ചെയ്ത് അവസാനം ടുവേർഡ്സ് ക്ലൈമാക്സ് സിനിമ നമ്മളെ ഭയങ്കര അരോചകമായി അല്ലെങ്കിൽ ഒരു അപരാധത്തിലേക്ക് കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സിനിമയുടെ ആദ്യത്തെ ഒരു മികച്ച ഫസ്റ്റ് ഹാഫിന് ശേഷം ഒരു ഡൗൺ ഗ്രാഫുള്ള ഒരു സെക്കൻഡ് ഹാഫാണ് ഈ സിനിമ ഓവറോൾ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. ഇതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്, ഈ പറഞ്ഞ ചത്ത പച്ച ടൈറ്റിൽ സോങ്ങും പിന്നെ അല്ലാതെ ഒരു ചത്ത പച്ച എന്ന് പറഞ്ഞൊരു പാട്ട്, അത് അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു സോങ് ആയിരുന്നു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മ്യൂസിക് വർക്ക്. പിന്നീട് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നവാഗതരായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അതായത് ഇതിൽ ഈ കോസ്റ്റ്യൂം റെസ്ലിംഗ് വരുന്ന സമയത്ത് കോമഡി പ്ലസ് റെസ്ലിംഗ്, ഈ പറഞ്ഞ ഫൈറ്റ് സീക്വൻസുകൾ കൈകാര്യം ചെയ്ത കുറച്ച് ആൾക്കാർ ന്യൂ ആർട്ടിസ്റ്റുകളാണ്. ഒത്തിരി അത്യാവശ്യം ഫാറ്റായിട്ടുള്ളൊരു ചേട്ടൻ, പിന്നെ അതേപോലെ ഒരു പിന്നെ ഇതിൽ ഓരോരുത്തർക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ WWE റെസ്ലിങ്ങിലൊക്കെ പറയുന്ന പോലെ പിന്നെ ഓരോരുത്തർക്ക് ഓരോ പേരുണ്ടല്ലോ. ഇപ്പം എന്താ പറയുക, ഭസ്മാസുരൻ, അങ്ങനെ ഓരോരോ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു ലേഡി ക്യാരക്ടറായിട്ട് നമ്മുടെ വിൻസിയുടെ ഡ്യൂപ്പ് പോലത്തെ ഒരു പുള്ളിക്കാരി വരുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ സിദ്ദിഖിൻ്റെ ഒന്നും ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതാണ് പറഞ്ഞത്, ഈ സിനിമയുടെ ഏറ്റവും വീക്ക് പോയിൻ്റായിട്ട് തോന്നിയത് ഈ സിനിമയുടെ ഡയലോഗ്സ്, അതേപോലെ സ്ക്രീൻ പ്ലേ ആൻഡ് സ്റ്റോറി ലൈൻ ഭയങ്കര ടിപ്പിക്കൽ ക്ലീഷ സ്റ്റോറി ആയിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് എൻഡിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു കോസ്റ്റ്യൂം ഗുസ്തിയുടെ ആ ഒരു സാധനങ്ങൾ ഇവർ സെക്കൻഡ് ഹാഫിലും കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായനെ. നേരെ മറിച്ച് ഇവർ ഈ സിനിമയ്ക്ക് ബിൽഡപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്യാമിയോ, ഞാൻ ഇത് സസ്പെൻസ് ആക്കി വെക്കേണ്ടായിരിക്കില്ല, എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ ക്യാമിയോ, ആ ഒരു ക്യാമിയോ ആണ് ഈ സിനിമയെ മൊത്തത്തിൽ തകർത്തതെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് ബിൽഡപ്പാണ് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആ ക്യാമിയോയ്ക്ക് കൊടുക്കുന്നത്. വാൾട്ടറുടെ പിള്ളേരെ തൊടുന്നോടാ, വാൾട്ടറുടെ പിള്ളേരെ കംപ്ലീറ്റ് വാൾട്ടർ എന്നുള്ളൊരു പേര്, പിന്നെ ഒരു വെട്രി എന്നുള്ളൊരു പേര്. വെട്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്ന റോഷൻ മാത്യു ആണ്, അതിലേക്ക് വരാം. പക്ഷേ വാൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ ആദ്യമേ ഇവർ കാണിച്ച ബിൽഡപ്പ് ഓക്കെ, പക്ഷേ സെക്കൻഡ് ഹാഫിൽ വാൾട്ടറിനെ ഇവർ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം മമ്മൂക്ക എന്ന് പറയുന്നതാണ് നമുക്കറിയാം, വാൾട്ടർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി
സൈസുള്ള അമ്മാതിരി ഗുസ്തിക്കാരൻ, അതായത് ആരെയും ഇടിച്ച് വീഴ്ത്തുന്ന അന്നാട്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു റെസ്ലറാണ് വാൾട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാൾട്ടർ സെക്കൻഡ് ഹാഫിലേക്ക് പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ വാൾട്ടറിന് നല്ല ഹൈ വോൾട്ടേജ് ഫൈറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടാവണം. മമ്മൂക്കയെ പോലെ ഒരു ആക്ടർക്ക് ഇത്രയും ഏജ് ഉള്ളപ്പോൾ മമ്മൂക്കയ്ക്ക് ആ ഒരു റോൾ എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, മമ്മൂക്കയുടെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ തിയേറ്റർ തകർക്കുന്ന രീതി. കാരണം വാൾട്ടറുടെ പിള്ളേർ എന്ന് പറയുമ്പോൾ വാൾട്ടറിനെ കാണാൻ ഓഡിയൻസിനൊരു ഭയങ്കര ആകാംക്ഷ, പിന്നെ ഒടുക്കലത്തെ പ്രൊമോഷൻ വർക്ക്, ഹൈപ്പ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ വാൾട്ടർ വന്ന് വരുമ്പോൾ തിയേറ്റർ എക്സ്പ്ലോഡ് ആവുന്നു. പക്ഷേ വാൾട്ടറിൻ്റെ ഫസ്റ്റ് ഡയലോഗോടുകൂടി ഈ എക്സ്പ്ലോഡായ തിയേറ്ററുകളൊക്കെ ആൾക്കാർ കൂവാൻ തുടങ്ങി. കാരണം അമ്മാതിരി മോശം ഡയലോഗ് ഡെലിവറി, സ്ലാങ് കൈകാര്യം ചെയ്തേക്കുന്ന ഭയങ്കര മോശമായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ആ ക്യാരക്ടറിൻ്റെ ഓറ ഇങ്ങനെ പോവുകയാണ്. കാരണം ഒന്നാമത് കോസ്റ്റ്യൂംസ് മോശം, പിന്നെ ഈ പറഞ്ഞ ഡയലോഗ് ഡെലിവറി മോശം, പിന്നെ ഈ ഒരു ക്യാരക്ടർ ഇത് ചെയ്ത് വെച്ചേക്കുന്ന ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതി മൊത്തത്തിൽ അപരാധമായിപ്പോയി. ഭയങ്കര, അതായത് ബസൂക്കയിലൊക്കെ മമ്മൂട്ടി കാണിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട് മുഖം കൊണ്ട്, അതൊക്കെ അതേപടി ഇതിൽ കാണിച്ചു വെച്ചേക്കുന്നുണ്ട്. ബസൂക്ക 2.0 എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ക്യാമിയോ ഇൻ ദി ഹിസ്റ്ററി ഓഫ് മോളിവുഡ് ആൻഡ് മമ്മൂക്കാസ് കരിയർ എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് ഭയങ്കര മോശമായി കാര്യം. അതായത് ആ ഒരു ടുവേഴ്സ് ദി എൻഡിൽ ഹൈ വോൾട്ടേജിൽ നടത്തേണ്ട സാധനം ഈ ക്യാമിയോയുടെ ഒരു ഗ്രാഫ് ഇടിഞ്ഞതോടുകൂടി സിനിമ ഒരു എന്താ പറയുക ബിലോ ആവറേജ് സ്റ്റാറ്റസിലേക്ക് പോയി. ആ ഒരു ക്യാമിയോ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നല്ലൊരു ഡീസൻറ്റ് വാച്ചായിട്ട് നല്ലൊരു ഹിറ്റായി മാറേണ്ട ഒരു സിനിമയായിരുന്നു. അതാണ് ഏറ്റവും നിരാശപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത്. കുറേ ഈ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ അർജുൻ അശോകൻ്റെയും പിന്നെ ഈ പറഞ്ഞ റോഷൻ്റെയൊക്കെ കുട്ടിക്കാലം ചെയ്തവർ. അതേപോലെ അർജുൻ അശോകൻ നല്ലൊരു രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. വിശാഖ് നായർ, യു മാൻ പൊളി, നിങ്ങളെ മറ്റേ ആ ഇത് കഴിഞ്ഞിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ റോഷൻ മാത്യുവിൻ്റെ ഒരു സ്വാഗ് ഉണ്ട്, അതായത് പുള്ളിയുടെ ഒരു ഇൻട്രോ സമയത്തുള്ള അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ബോഡിയും ഫൈറ്റും ഒക്കെ കൊള്ളാം. പക്ഷേ ആ ഒരു ക്യാരക്ടർ വെട്രി എന്ന് പറയുന്ന ക്യാരക്ടറിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നത് ഇഷാനാണ്. കുഴപ്പമില്ല, അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളും അത്ര അങ്ങോട്ട് എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി 2026 ഒരുപാട് പ്രതീക്ഷകളോട് കൂടി പോയി. ഈ പറഞ്ഞ ക്യാമിയോ റോളിൻ്റെ ഒരു ബിൽഡപ്പും കാര്യങ്ങളും ഒക്കെ അത് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു പോയിട്ട് നിരാശ, അതായത് ടുവേർഡ്സ് ദി എൻഡിൽ ഒരു നിരാശ സമ്മാനിച്ച ഒരു സിനിമ. അതായത് ആദ്യം നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ച WWE ആ നമ്മുടെ കുട്ടിക്കാലത്തെ അവിസ്മരണീയമാക്കിയ WWE എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന് കോസ്റ്റ്യൂം റെസ്ലിംഗ് വളരെ സൂപ്പറായി ചെയ്തു വെച്ച് നല്ല രീതിയിൽ കുറേ ക്യാമറ ആംഗിൾസ് ഷോട്ട്സും കാര്യങ്ങളും എടുത്തു വെച്ച് നല്ല എൻഗേജിങ് ആക്കി ഇൻ്റർവെൽ പഞ്ച് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കല ഉടച്ച് കളഞ്ഞ രീതിയിൽ ഒരു ക്യാമിയോയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നശിപ്പിച്ച പോലെ തോന്നി. അതായത് മമ്മൂക്കയെ പോലെ ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമിയോയുടെ ആവശ്യം അതിലില്ല. അല്ലാതെ തന്നെ ആ സിനിമ ഹിറ്റാവേണ്ട സ്റ്റഫ് അതിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവച്ച് നശിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ ഒരു നിരാശ രീതിയിൽ എൻഡ് ചെയ്ത സിനിമയാണ് ചത്താപ്പച്ച. നിങ്ങൾക്ക് തിയേറ്ററിൽ ഈ പറഞ്ഞ കണക്ക് കോമഡിയും കാര്യങ്ങളും അല്ലെങ്കിൽ ആക്ഷൻസ് എൻജോയ് ചെയ്യാൻ വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അമിത പ്രതീക്ഷയൊന്നും വെച്ച് പോകരുത്, നിരാശയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.